2018 ഫെബ്രുവരിയിൽ യു കെയിൽ KFCയുടെ ലോഗോ ഇങ്ങനെയായിരുന്നു. ജസ്റ്റ് കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഈ സൈഡിൽ നിന്ന് എടുത്ത് അപ്പർ സൈഡിലോട്ട് വെച്ചു. യെസ്, നിങ്ങൾ വായിച്ചതെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു KFC FC ആവാനുള്ള റീസണും എന്തായിരുന്നു ആ ക്യാമ്പയിൻ എന്നുള്ളത്. ഫെബ്രുവരി 2018 ഏകദേശം ഒരു 500ഓളം KFC റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ഡൗൺ ചെയ്തായിരുന്നു ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ചിക്കൻ. ഈ ഷോർട്ടേജ് ഓഫ് ചിക്കൻ എന്ന് പറയുന്നത് യു കെയിൽ ചിക്കൻ കിട്ടാതെ വരിക അങ്ങനത്തെ ഒരു പ്രശ്നം കാരണമല്ല. മറുവശത്ത് DHL വേണ്ടി പുതിയ ഏജൻസി, ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഏജൻസി KFCയുടെ, അവർക്ക് സമയത്ത് റെസ്റ്റോറൻറ്റ്സിലോട്ട് ചിക്കനും സോൾട്ടും ഈച്ച് ആൻഡ് എവരിത്തിങ് ഒന്നും എത്തിക്കാൻ പറ്റാനില്ല ആ സമയത്ത്. അതുകൊണ്ട് 500ഓളം പ്ലസ് റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഒക്ടോബർ 2017 പഴയ ഏജൻസിയായ ബിഡ്വെസ്റ്റ് ആയിട്ടുള്ള കരാർ അവസാനിപ്പിച്ചിട്ട് പുതിയ ഏജൻസിയായ DHL കരാർ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിൽ റഗ്ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ ഒരു വെയർ ഹൗസ് മാത്രമേ DHL ഉണ്ടായിരുന്നുള്ളൂ. മറുവശത്ത് പഴയ ഏജൻസിയായ ബിഡ്വെസ്റ്റിന് 5ഓ 6ഓ വെയർ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ DHL കുറച്ച് വീക്കാന്നുള്ളത് തെളിയിക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല. ഏകദേശം ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്കും KFCയുടെ ഭൂരിഭാഗം റെസ്റ്റോറൻറ്റ്സും അടച്ചുപൂട്ടിയ അവസ്ഥയായിരുന്നു. DHLന്റെ മാനേജിംഗ് ഡയറക്ടറായ ജോൺ ബൗട്ട്ലർ ഒരു അപ്പോളജി ആയിട്ട് രംഗത്തൊക്കെ ഇറങ്ങിയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പരിഹാരമാവുന്നില്ലായിരുന്നു. KFCയിൽ വരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡ് ആയിപ്പോയി. അവർ ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ചിക്കൻ കഴിക്കാതെ KFC കഴിക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. പലരും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് വരെയും കൊടുത്തു അതിനെക്കുറിച്ച്, അതായത് റെസ്റ്റോറൻറ്റ്സ് തുറക്കുന്നില്ലെന്ന്. പിന്നെ അവസാനം പോലീസ് രംഗത്തിറങ്ങി, ചിക്കൻ കിട്ടാതെ വരുന്ന ഞങ്ങളുടെ ഒരു തെറ്റല്ല, അതിനായിട്ട് നിങ്ങൾ ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോലീസും കൂടെ രംഗത്തിറങ്ങി. ഒരുപാട് ഹാഷ്ടാഗ്സ്, KFC ക്രൈസിസ്, KFC ചിക്കൻ ഷോർട്ടേജ്, KFC ക്ലോസ് ഡൗൺ, ഇങ്ങനെ ഒരുപാട് ഹാഷ്ടാഗ്സ് സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങി. കുറേ മെൻഷൻസ് വന്നു തുടങ്ങി. 50,000+ മെൻഷൻസ് ആയിരുന്നു KFCക്കെതിരെ വന്നത്. KFCയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് മാക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങിനെയും ആശ്രയിച്ചു തുടങ്ങിയതോടെ KFCയുടെ സെയിൽസിനെ അത് വല്ലാതെ ബാധിച്ചു. ഏകദേശം 8 കോടിയോളം രൂപയായിരുന്നു ഓരോ ദിവസവും KFCക്ക് നഷ്ടം വന്നുകൊണ്ടിരുന്നത്. യു കെയിൽ ഏകദേശം 900ഓളം റെസ്റ്റോറൻറ്റ്സ് ഉള്ള KFC ഇപ്പോൾ തന്നെ 500ഓളം റെസ്റ്റോറൻറ്റ്സ് അടച്ചുപൂട്ടി കഴിഞ്ഞു. ഇനിയും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മൊത്തത്തിൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാവും യു കെയിൽ. ഇത് മനസ്സിലാക്കിയ KFCയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായ മേഗൻ ഫെറാൻ അവരുടെ മാർക്കറ്റിംഗ് ഏജൻസിയായ മദറിനെ സമീപിച്ചു. ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്ന നിലയിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ക്ലയൻറ്റിൻ്റെ ബ്രാൻഡ് ഇമേജ് പോവാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കാരണം അവർ ആദ്യമേ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തി. അതായത് പോപ്പുലേഷൻ ഓഫ് യു കെയിൽ നിന്ന് 75% വർഷത്തിന് ഒരിക്കൽ KFC റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ബാക്കി 25% വീക്ക്ലി ഓർ മന്ത്ലി ഒരു പ്രാവശ്യം KFCയിൽ പോകുമായിരുന്നു. ഇതൊരു ഹ്യൂജ് നമ്പറായിരുന്നു. അതായത് ഈ കസ്റ്റമേഴ്സിനെ ലൂസ് ചെയ്യാന്ന് വെച്ചാൽ ബ്രാൻഡ് ഇല്ലാതെ ആവുമായിരുന്നു. അതായത് യു കെയിലെ കസ്റ്റമേഴ്സിനോട് വെറും ഒരു സോറി പറയാൻ പോയാൽ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അത് മറുവശത്ത് ഒരു ഫണ്ണി വേ ഓഫ് സോറി പറച്ചിൽ, അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ് പ്രിൻറ്റ് മീഡിയം. ദി സൺ, ദി മെട്രോ, ഈ 2 പത്രത്തിലാണ് അവർ പരസ്യം കൊടുത്തത്. പരസ്യം കൊടുത്തത് ഇങ്ങനെയായിരുന്നു: KFCയുടെ ലോഗോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ FCK എന്നാക്കി. അതിൻ്റെ താഴെ ചെറുതായിട്ട് വി ആർ സോറി, പിന്നെ അതിൻ്റെ കൂടെ ഒരു അപ്പോളജി ലെറ്റർ. ഈ ക്യാമ്പയിനിലൂടെ അവർ ഉദ്ദേശിച്ചത്, അതായത് ആൾക്കാരിലോട്ട് സോറി പറയുകയും വേണം, എന്നാൽ അത്രത്തോളം സീരിയസ് ആവുകയും ചെയ്യരുത് ഈ മാറ്റർ. പക്ഷേ ഇവരുടെ തെറ്റല്ലെന്ന് ബോധിപ്പിക്കുകയും വേണം അവർക്ക്. അതായത് KFC ക്ലോസ് ഡൗൺ ആയത് ഞങ്ങളുടെ തെറ്റുകാരനല്ല, മറുവശത്ത് ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാൻ താമസിച്ചുകൊണ്ടും സാധനം കിട്ടാതെ വന്നതുകൊണ്ടുമാണ് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയായി പോയത്. ഈ പരസ്യം കൊടുത്തത് പ്രിൻറ്റ് മീഡിയത്തിലാണ്, പക്ഷേ ഇത് വൈറലായത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു. അതായത് ഏകദേശം 1 ബില്യണോളം ഇംപ്രഷൻസ് ആയിരുന്നു ഈ പരസ്യത്തിന് ഓൺലൈനിൽ കിട്ടിയത്. പല സെലിബ്രിറ്റീസും ഇതിൻ്റെ ഫോട്ടോസ് എടുത്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ സോറി ക്യാമ്പയിൻ വളരെ നല്ലതായിരുന്നു, ബാഡ് ക്യാമ്പയിൻ ആഡ് വളരെ നല്ലതായിരുന്നു. അതായത് സപ്ലൈ ചെയിനിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസി ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. അതായത് മാർക്കറ്റിംഗ് ഏജൻസി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വരെയും ഹാഷ്ടാഗ്സ് വന്നു തുടങ്ങി. ഈ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം, അതായത് വിതിൻ 1 വീക്ക് തന്നെ KFCയുടെ ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റ്സും റീഓപ്പൺ ചെയ്തായിരുന്നു. പഴയ ഫുഡ് സപ്ലൈ കമ്പനിയായ ബിഡ്വെസ്റ്റും KFCയുടെ അവരുടെ കരാർ റിന്യൂ ചെയ്തു വീണ്ടും. ഈ ക്യാമ്പയിൻ ചെയ്ത മാർക്കറ്റിംഗ് ഏജൻസിയായ മദറിന് പല വേദിയിലും ഇതിനെക്കുറിച്ചുള്ള അവാർഡ്സ് വരെയും ലഭിച്ചു. അതായത് അത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു ഈ ക്യാമ്പയിൻ. ഈ ഒരു ക്യാമ്പയിനിലൂടെ KFCക്ക് അവരുടെ ലോയൽറ്റി തിരിച്ചെടുക്കാൻ പറ്റി. ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, എത്രത്തോളം ഒരു ബ്രാൻഡിന് അവരുടെ മാർക്കറ്റിംഗ് ഏജൻസി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. മറ്റൊരു ബ്രാൻഡിൻ്റെ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.